Hi dear students, welcome back to social science class. 8th standard social scienceലെ സെക്കൻഡ് ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിവർ വാലി സിവിലൈസേഷൻസ് എന്ന സെക്കൻഡ് ചാപ്റ്ററിൽ നിന്നുള്ള സെക്കൻഡ് ക്ലാസ് ആണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിലെ ഒരു ക്ലാസ് നമ്മളിപ്പോൾ ചെയ്തു കഴിഞ്ഞു, രണ്ടാമത്തെ ക്ലാസ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അവസാനമായിട്ട് പറഞ്ഞത് പാർട്സ് ഓഫ് ഹാരപ്പൻ സിറ്റീസ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം വരെയാണ്. നമ്മളിവിടെ രണ്ട് പേരുകൾ കൊടുത്തിരുന്നു. വെസ്റ്റ് പാർട്ടിന് നമ്മൾ എന്ത് പേര് കൊടുത്തു? വെസ്റ്റ് പാർട്ടിന് നമ്മൾ സിറ്റാഡൽ എന്ന പേര് കൊടുത്തു. അതേപോലെ ഈസ്റ്റ് സൈഡിലുള്ള ലോവർ പാർട്ടിന് നമ്മൾ ലോവർ സിറ്റി എന്ന പേരും കൊടുത്തു, ലോവർ സിറ്റി. അപ്പോൾ സിറ്റാഡൽ, ലോവർ സിറ്റി അല്ലെ, ഈ രണ്ട് കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. ശ്രദ്ധിക്കണേ, എന്താ നമ്മൾ പറയുന്നത്? The continuation of features of cities, features of Harappan cities. ഇൻഡസ് വാലി സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട സിറ്റീസിന്റെ ഫീച്ചേഴ്സ് ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇവിടെ പറയുന്നു. ഹൗസസ് were built along both sides of planned streets. അതായത് സ്ട്രീറ്റ്സിന്റെ, തെരുവുകളുടെ രണ്ട് സൈഡിലുമായിട്ട്, രണ്ട് വശങ്ങളിലുമായിട്ട് വളരെ പ്ലാൻഡ് ആയിട്ടാണ് അവർ വീടുകളൊക്കെ നിർമ്മിച്ചിരുന്നത്. ഒരു റോഡ് ഉണ്ടെങ്കിൽ ആ റോഡിന്റെ രണ്ട് വശങ്ങളിലും വീടുണ്ടായാൽ എങ്ങനെയുണ്ടാവും? ആ രൂപത്തിൽ വളരെ പ്ലാൻഡ് ആയിട്ടാണ് അവർ വീടുകളൊക്കെ കൺസ്ട്രക്ട് ചെയ്തിരുന്നത്. ആൻഡ് ദേ വർ ഓഫ് വേരിയിങ് സ്ട്രക്ചേഴ്സ്. അതായത് വീടുകളെല്ലാം ഒരേപോലെ ആയിരുന്നില്ല, വീടുകളൊക്കെ വ്യത്യസ്ത രൂപത്തിലുള്ളതായിരുന്നു. ആൻഡ് സം ഹൗസസ് ഹാഡ് ഓൺലി വൺ റൂം, whereas others had more rooms, a courtyard and a well. അതായത് ചില വീടുകളൊക്കെ ജസ്റ്റ് വൺ റൂം മാത്രമുള്ള, ഒരു റൂം മാത്രമുള്ള വീടുകൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ whereas others had more rooms, a courtyard and a well. എന്നാൽ വേറെ ചില വീടുകളോ കുറേ റൂമുകളും, കുറേ വിശാലമായ കുറേ റൂമുകളും വിശാലമായ മുറ്റവും കിണറുകളും ഒക്കെയുള്ള അങ്ങനെയുള്ള വീടുകളും അക്കാലത്ത് അവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് എവറി ഹൗസ് ഹാഡ് എ ടോയ്ലറ്റ്. എവറി ഹൗസ് ഹാഡ് എ ടോയ്ലറ്റ്. അതൊരു വലിയ പ്രത്യേകത തന്നെയാണ്. എത്രയോ 1000 years ബാക്ക് ആണ്, വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ചെറിയ വീടാണെങ്കിലും വലിയ വീടാണെങ്കിലും എവറി ഹൗസ് ഹാഡ് എ ടോയ്ലറ്റ്. എല്ലാ വീടുകൾക്കും എന്തുണ്ടായിരുന്നു? ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ടായിരുന്നു. നമുക്കറിയാം ഇന്ന് നമ്മളൊരു മോഡേൺ വേൾഡിലാണ് ജീവിക്കുന്നത്. പക്ഷെ സ്റ്റിൽ നമ്മുടെ ഗവൺമെന്റിന് ക്യാമ്പയിൻ ചെയ്യേണ്ടി വരികയാണ്. എന്തിന്? ഇങ്ങനെയുള്ള ടോയ്ലറ്റ് നിർമ്മിക്കൂ, എല്ലാ വീട്ടിലും ടോയ്ലറ്റ് നിർമ്മിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത് ഇന്നും എന്ത് ചെയ്യുക? നമ്മുടെ ഗവൺമെന്റ് പരസ്യം കൊടുക്കുക, ജനങ്ങളെ അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള അഡ്വർടൈസ്മെന്റുകൾ കൊടുക്കുകയാണ്. പലർക്കും പല വീട്ടിലും ഇപ്പോഴും എന്തില്ല, പ്രത്യേകിച്ച് കേരളം വിട്ട് മറ്റ് സ്റ്റേറ്റ്സിലേക്കൊക്കെ പോകുമ്പോൾ, നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ അവിടെയൊക്കെ ഇങ്ങനെയുള്ള ഒരു ലാക്ക് ഓഫ് സച്ച് ഫെസിലിറ്റീസ്, ടോയ്ലറ്റ് പോലെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ പല വീടുകളിലും ഇല്ല സാധാരണക്കാരായ ആളുകൾക്ക്. എന്നാൽ ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് പോലും എവറി ഹൗസ് ഹാഡ് എ ടോയ്ലറ്റ്. എല്ലാ വീട്ടിലും എന്തുണ്ട്? ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ടായിരുന്നു. ഓക്കെ, ദി ഡ്രെയിനേജ് സിസ്റ്റം വാസ് അനദർ ഫീച്ചർ ഓഫ് ദീസ് സിറ്റീസ്. another important or vital feature, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ ആയിരുന്നു ഡ്രെയിനേജ് സിസ്റ്റം. ഓക്കെ, ദി ഡ്രെയിനേജ് സിസ്റ്റം വാസ് അനദർ ഫീച്ചർ ഓഫ് ദീസ് സിറ്റീസ്. എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഒരു ഹൈലൈറ്റ് ഫീച്ചർ ആണ് ഇത്, ഡ്രെയിനേജ് സിസ്റ്റം. അവരുടെ അഴുക്കുചാൽ സംവിധാനം, ഡ്രെയിനേജ് സംവിധാനം. അപ്പൊ നമുക്ക് നോക്കാം, അതിന്റെ ഫീച്ചേഴ്സ് നോക്കാം. ദി ഡ്രെയിനേജ് സിസ്റ്റം വാസ് അനദർ ഫീച്ചർ ഓഫ് ദീസ് സിറ്റീസ്. ആൻഡ് ദി വേസ്റ്റ് വാട്ടർ ഫ്രം ദി ഹൗസസ് വാസ് ലെറ്റ് ഔട്ട് ഇൻ ടു ദി ഡ്രെയിൻസ്. ഓരോ വീട്ടിൽ നിന്നുള്ള വേസ്റ്റ് വാട്ടർ എങ്ങോട്ട് കണക്ട് ചെയ്തിരുന്നു? ഇങ്ങനെയുള്ള ഡ്രെയിനേജിലേക്ക് കണക്ട് ചെയ്തിരുന്നു. ഓരോ വീടുകളിൽ നിന്നുള്ള വേസ്റ്റ് വാട്ടർ എന്ത് ചെയ്തിട്ടുണ്ട്? അഴുക്കുചാലുകളിലേക്ക് ഒഴുക്കിക്കളയാനുള്ള കണക്ഷൻ ഉണ്ടായിരുന്നു, സംവിധാനം ഉണ്ടായിരുന്നു. ആൻഡ് ദീസ് ഡ്രെയിൻസ് വർ കണക്റ്റഡ് ടു ദി മെയിൻ ഡ്രെയിൻ ഓഫ് ദി സ്ട്രീറ്റ്. അങ്ങനെ ഓരോ വീട്ടിൽ നിന്നും വരുന്ന ഈ പിന്നെ അഴുക്ക് വെള്ളം എല്ലാം കൂടി ചേർന്ന് ചെറിയ ഓരോരോ ഡ്രെയിനേജിലേക്ക് പോയി അതെല്ലാം കൂടെ അവസാനം എവിടെ എത്തുന്നുണ്ട്? ദീസ് ഡ്രെയിൻസ് വർ കണക്റ്റഡ് ടു ദി മെയിൻ ഡ്രെയിൻ ഓഫ് ദി സ്ട്രീറ്റ്. അതായത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഓവുചാലുകളെല്ലാം കൂടി ചേർന്ന് അവസാനം സിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രെയിനേജിലേക്ക് അല്ലെങ്കിൽ അഴുക്കുചാലുമായിട്ട് കണക്ട് ചെയ്തിരുന്നു. ദി ഡ്രെയിൻസ് were built of burned bricks and covered with stone slabs. ഈ ഡ്രെയിനേജും അവർ നിർമ്മിച്ചത് എങ്ങനെയാണ്? ബൈ യൂസിങ് ബേൺഡ് ബ്രിക്സ്. ബേൺഡ് ബ്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചുട്ടെടുത്ത മൺകട്ടകളാണ്, ചുട്ടെടുത്ത ഇഷ്ടിക. ഇന്നൊക്കെ നമ്മൾ ഇഷ്ടിക എന്ന് പറയുന്ന ഒരു സംഗതി അല്ലെ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഫോർ ഓൾ ദി കൺസ്ട്രക്ഷൻ,
For all the construction, they used burned bricks. All buildings were built of burned bricks എന്ന് പറയുന്നുണ്ട് അല്ലെ. മുമ്പ് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ കാര്യമാണ്. ബിൽഡിങ്സ് മാത്രമല്ല, ഫോർ ഓൾ ദി കൺസ്ട്രക്ഷൻ എല്ലാ നിർമ്മാണ പ്രവർത്തികൾക്കും അവർ എന്താ യൂസ് ചെയ്തത്? ബേൺഡ് ബ്രിക്സ് ആണ് യൂസ് ചെയ്തത്. ഇൻ ദി കേസ് ഓഫ് ഡ്രെയിനേജ് സിസ്റ്റം ഓൾസോ, ഡ്രെയിനേജ് സിസ്റ്റത്തിന്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടും ദേ യൂസ്ഡ് ബേൺഡ് ബ്രിക്സ്. മാത്രമല്ല ആ ഡ്രെയിനേജ് അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ദേ കവേർഡ് വിത്ത് സ്റ്റോൺ സ്ലാബ്സ്. സ്റ്റോൺ സ്ലാബുകൾ ഉപയോഗിച്ചുകൊണ്ട്, കല്ലിന്റെ സ്ലാബുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഡ്രെയിനേജ് ഒക്കെ കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ റോഡ് സൈഡിലൊക്കെ കാണുന്ന ഡ്രെയിനേജ് നമ്മൾ കാണാറുണ്ട്, കോൺക്രീറ്റ് സ്ലാബുകൾ കൊണ്ട് കവർ ചെയ്ത് വെക്കാറുണ്ട് അല്ലെ. അതേപോലെ അക്കാലത്ത് സ്റ്റോൺ സ്ലാബ്സ് ഉപയോഗിച്ചുകൊണ്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങനെയുള്ള ഡ്രെയിനേജ് ഒക്കെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. Effective drainage systems existed even in small towns and villages. ശ്രദ്ധിക്കണം, സിറ്റിയിൽ മാത്രമല്ല ഇങ്ങനെയുള്ള ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടായിരുന്നത്. ഇഫക്റ്റീവ് ഡ്രെയിനേജ് സിസ്റ്റംസ് എക്സിസ്റ്റഡ് ഈവൻ ഇൻ സ്മോൾ ടൗൺസ് ആൻഡ് വില്ലേജസ്. ചെറിയ ടൗണുകളിലും ചെറിയ ഗ്രാമങ്ങളിൽ പോലും എന്ത് ചെയ്തിട്ടുണ്ട്? ചെറിയ പട്ടണങ്ങളിലും ചെറിയ ഗ്രാമങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ഡ്രെയിനേജ് സിസ്റ്റം വളരെ ഇഫക്റ്റീവായിട്ട് റൺ ചെയ്തിരുന്നു, വളരെ ഇഫക്റ്റീവായിട്ട് ഫങ്ഷൻ ചെയ്തിരുന്നു, പ്രവർത്തിച്ചിരുന്നു, അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതിനൊക്കെയുള്ള എവിഡൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, നമ്മൾ ചുമ്മാ പറയുന്നതല്ല. ഓക്കെ, ദെൻ ഇൻ മൊഹൻജൊദാരോ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു, മൊഹൻജൊദാരോ ലിറ്ററലി മീൻസ് ദി മൗണ്ട് ഓഫ് ദി ഡെത്ത്, മരിച്ചവരുടെ കുന്ന് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ഹാരപ്പ പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു മേജർ സിറ്റിയാണ് മൊഹൻജൊദാരോ. സോ ഇൻ മൊഹൻജൊദാരോ എ ഗ്രേറ്റ് ടാങ്ക് കോൾഡ് ദി ഗ്രേറ്റ് ബാത്ത് വാസ് ഡിസ്കവേർഡ്. മൊഹൻജൊദാരോ എന്ന് അക്കാലത്തെ ഒരു റിമെയിൻ ആയിട്ട്, നമ്മൾ ഒരു ശേഷിപ്പായിട്ട് ചരിത്രകാരന്മാർ കണ്ടെത്തിയിട്ടുള്ള ഒരു സംഗതിയാണ് പറയുന്നത്. ഇൻ മൊഹൻജൊദാരോ എ ഗ്രേറ്റ് ടാങ്ക്, ഒരു വലിയ കുളം. ഓക്കെ, അതാണ് മീനിങ്. എ ഗ്രേറ്റ് ടാങ്ക് കോൾഡ് ഗ്രേറ്റ് ബാത്ത് എന്നറിയപ്പെടുന്ന ഒരു വലിയ കുളം മൊഹൻജൊദാരോ എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആ കുളത്തിന്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ആൻ എവിഡൻസ് ഫോർ ദി ആർക്കിടെക്ചറൽ സ്കിൽ ഓഫ് ദി പീപ്പിൾ ഓഫ് ദാറ്റ് പീരിയഡ്. ഈ ഒരു ഗ്രേറ്റ് ബാത്ത് എന്നറിയപ്പെടുന്ന ആ ഒരു ഗ്രേറ്റ് ടാങ്ക് അത് എന്തിനുള്ള ഒരു എവിഡൻസ് ആയിട്ടാണ് പറയുന്നത്? ഇറ്റ് ഈസ് ആൻ എവിഡൻസ് ഫോർ ദി ആർക്കിടെക്ചറൽ സ്കിൽ ഓഫ് ദി പീപ്പിൾ ഓഫ് ദാറ്റ് പീരിയഡ്. അന്നത്തെ മനുഷ്യന്മാരുടെ ഒരു ആർക്കിടെക്ചറൽ സ്കില്ലിനുള്ള, അഥവാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർമ്മിക്കാനുള്ള നല്ല കഴിവുണ്ടായിരുന്നു അന്നത്തെ ജനങ്ങൾക്ക് എന്നതിനുള്ള നല്ലൊരു എക്സാമ്പിൾ ആണ്, നല്ലൊരു എവിഡൻസ് ആണ് ഏത്? ദി ഗ്രേറ്റ് ടാങ്ക് ഡിസ്കവേർഡ് ഫ്രം മൊഹൻജൊദാരോ, ഓർ ദി ഗ്രേറ്റ് ബാത്ത് ഡിസ്കവേർഡ് ഫ്രം മൊഹൻജൊദാരോ. മൊഹൻജൊദാരോ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിട്ടുള്ള ഈ ഒരു ഗ്രേറ്റ് ബാത്ത് എന്നറിയപ്പെടുന്ന ഈ ഗ്രേറ്റ് ടാങ്ക്, ഈ ഒരു വലിയ കുളം, മഹാസ്നാനഘട്ടം എന്നൊക്കെ മലയാളത്തിൽ പറയാറുണ്ട്, ഈ ഒരു വലിയ കുളം. ഓക്കെ, അപ്പൊ ഇത് എന്തിനുള്ള എക്സാമ്പിൾ ആണ്, എന്തിനുള്ള എവിഡൻസ് ആണ്? ഇറ്റ് ഈസ് ആൻ എവിഡൻസ് ഫോർ ദി ആർക്കിടെക്ചറൽ സ്കിൽ ഓഫ് ദാറ്റ് പീപ്പിൾ, ദി ആർക്കിടെക്ചറൽ സ്കിൽ ഓഫ് ദി പീപ്പിൾ ഓഫ് ദാറ്റ് പീരിയഡ്. അക്കാലത്തെ ജനങ്ങളുടെ ആർക്കിടെക്ചറൽ സ്കിൽ, അവരുടെ ഒരു കലാപരമായിട്ടുള്ള കഴിവിന്റെ, വാസ്തുവിദ്യാപരമായിട്ടുള്ള ആ ഒരു കഴിവിന്റെ ഒരു നല്ല എക്സാമ്പിൾ ആണ് ഈ ഒരു ഗ്രേറ്റ് ബാത്ത് അല്ലെങ്കിൽ ഗ്രേറ്റ് ടാങ്ക്. ഓക്കെ, ദെൻ താഴെ ഒരു ക്വസ്റ്റ്യൻ കാണാം. വാട്ട് ഹിൻസ് അബൌട്ട് ദി സോഷ്യൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം ദി റൂയിൻസ് ഓഫ് ഹാരപ്പൻ സിറ്റീസ്? അതായത് ഹാരപ്പൻ സിറ്റീസിലെ ഒരുപാട് റൂയിൻസ്, ഒരുപാട് റിമെയിൻസ്, ശേഷിപ്പുകളൊക്കെ ഇവിടുന്നൊക്കെ കണ്ടെടുത്തു നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഈ ഹാരപ്പൻ സിറ്റീസിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ള ഇങ്ങനെയുള്ള ശേഷിപ്പുകളിൽ നിന്ന് അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തെ പറ്റി, അതേപോലെ സോഷ്യൽ സിസ്റ്റത്തെ പറ്റി എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്? അതാണ് ചോദ്യം. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞ 2-3 പാരഗ്രാഫ് ഉണ്ട്. ആ പാരഗ്രാഫാണ് ശരിക്കും അതിനുള്ള ഉത്തരം. അപ്പോൾ അതൊന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാം. The ruins of Assembly Hall, Great Bath, drainage, etc. prove that an effective social and administrative system existed there. ഓക്കെ, അപ്പൊ ചുരുക്കി പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം? അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു, സിറ്റീസിന്റെ വെസ്റ്റ് സൈഡിൽ അസംബ്ലി ഹാൾ ഒക്കെയുള്ള കെട്ടിടങ്ങൾ, അസംബ്ലി ഹാൾ പോലെയുള്ള കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു, ഇതിന് റിമൈൻസ് കിട്ടി എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സോ സച്ച് റൂയിൻസ് ഓഫ് അസംബ്ലി ഹാൾ, ഗ്രേറ്റ് ബാത്ത്, ഡ്രെയിനേജ്, ഇതൊക്കെ എന്തിനെ കാണിക്കുന്നു? എക്സെട്ര പ്രൂവ് ദാറ്റ് ആൻ ഇഫക്റ്റീവ് സോഷ്യൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എക്സിസ്റ്റഡ് ദർ. വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു സാമൂഹ്യ
സംവിധാനം അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനം അക്കാലത്ത് ഉണ്ടായിരുന്നു എന്നതിനുള്ള തെളിവാണ് ഈ അസംബ്ലി ഹാള്, ഗ്രേറ്റ് ബാത്ത്, ഡ്രെയിനേജ് സിസ്റ്റം ഒക്കെ. കാരണം ഓരോ വീട്ടിൽ നിന്നുള്ള ഇപ്പം നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യമാണ്, ഓരോ വീട്ടിൽ നിന്നുള്ള ഡ്രെയിനേജ് എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടർ ഡ്രെയിൻ ചെയ്ത് ചെറിയ ഡ്രെയിനേജിലേക്ക് കണക്ട് ചെയ്ത് അത് സിറ്റിയിലുള്ള വലിയ ഡ്രെയിനേജിലേക്ക് കണക്ട് ചെയ്യുന്നു അല്ലേ. അതേപോലെ തന്നെ എല്ലാം all the drainage system, entire drainage system were constructed by using the burned bricks അല്ലെ. അതേപോലെ തന്നെ കവേർഡ് വിത്ത് സ്റ്റോൺ സ്ലാബ്സ്. അപ്പൊ ഇതൊക്കെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ there must be an administrative system. ഒരു ഭരണ സംവിധാനം വേണം, കുറച്ച് ആൾക്കാർ ഭരിക്കുന്ന ആളുകൾ വേണം, എങ്കിലും ഈ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു ഫംഗ്ഷനിങ് കൃത്യമായിട്ട് നടക്കുള്ളൂ. അപ്പൊ അതിനൊക്കെയുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, ഒരു എഫക്റ്റീവ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അവിടെ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നതിനുള്ള എവിഡൻസ് കൂടിയാണ് ഈ പറയുന്ന അസംബ്ലി ഹാളും ഗ്രേറ്റ് ബാത്തും ഡ്രെയിനേജ് സിസ്റ്റവും ഒക്കെ. അപ്പോൾ അതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി അവിടെയുണ്ട്. ഡിസ്കസ് ആൻഡ് പ്രിപ്പയർ എ നോട്ട് on the importance of personal and social hygiene maintained by the people of the Indus Valley Civilization. Indus Valley Civilizationലെ ജനങ്ങൾ അവരുടെ വ്യക്തി ശുചിത്വത്തിനും അതേപോലെ പരിസര ശുചിത്വത്തിനും നൽകിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളാണ് എന്ന് നമ്മളോട് കണ്ടെത്താൻ വേണ്ടി പറയുകയാണ്. ഡിസ്കസ് ആൻഡ് പ്രിപ്പയർ എ നോട്ട് ഓൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് പേഴ്സണൽ ആൻഡ് സോഷ്യൽ ഹൈജീൻ. പേഴ്സണൽ ഹൈജീനും അതേപോലെ സോഷ്യൽ ഹൈജീനും ഒക്കെ അന്നത്തെ ജനങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മോട് കണ്ടെത്താൻ വേണ്ടി പറയുകയാണ്. അപ്പൊ അവിടെ നമ്മൾ എഴുതേണ്ടത് എന്താ? അവിടെ നമ്മൾ എഴുതേണ്ടത് പേഴ്സണൽ ഹൈജീനും അതേപോലെ സോഷ്യൽ ഹൈജീൻ്റെ ഒക്കെ സ്ഥലത്ത് നമ്മൾ എഴുതേണ്ടത് അവരുടെ വീടിന്റെ കൂടെ നമ്മൾ ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഡ്രെയിനേജ് സിസ്റ്റത്തെ പറ്റി പറഞ്ഞു. അതൊക്കെയാണ് അതിന്റെ ആൻസർ ആയിട്ട് വരിക. ഞാനിവിടെ ഷെയർ ചെയ്യാം. Houses were built along both sides of planned streets and every house had a ടോയ്ലറ്റ്. വളരെ പ്ലാൻഡ് ആയിട്ടുള്ള വീടുകളാണ് നിർമ്മിച്ചത്. അതേപോലെ തന്നെ എല്ലാ വീട്ടിലും ടോയ്ലറ്റ് സൗകര്യമുണ്ട്. അത് പേഴ്സണൽ ഹൈജീനുള്ള ഒരു എക്സാമ്പിൾ ആണ്, ഒരു എവിഡൻസ് ആണ്. The drainage system was another feature of Indus Valley civilization, and the wastewater from the houses was let out into the drains. These drains were connected to the main drain of the street. All the drains were covered with stone slabs. Effective drainage systems existed even in small towns and villages. ഇതൊക്കെ ഒരു സോഷ്യൽ ഹൈജീൻ്റെയും പേഴ്സണൽ ഹൈജീൻ്റെയും എവിഡൻസ് ആണ് അല്ലെ. ദി വെൽ പ്ലാൻഡ് ഡ്രെയിനേജ് സിസ്റ്റം ഇറ്റ് സെൽഫ് ഷോസ് ദി സോഷ്യൽ ആൻഡ് പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻഡ് ബൈ ദി പീപ്പിൾ ഓഫ് ദി ഇൻഡസ് വാലി സിവിലൈസേഷൻ. അപ്പോൾ ഈ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി, ഡ്രെയിനേജ് സിസ്റ്റം, എഫക്റ്റീവ് ഡ്രെയിനേജ് സിസ്റ്റം, ഇതൊക്കെ എന്തിനുള്ള പിന്നെ എവിഡൻസ് ആണ് ഇവിടെ പറയുന്നു. It shows, these things shows the social and personal hygiene maintained by the people of Indus Valley Civilization. Indus Valley Civilizationന്റെ ആ ഒരു പീരീഡിൽ ജീവിച്ച മനുഷ്യരുടെ വ്യക്തി ശുചിത്വത്തിനും പരിസര ശുചിത്വത്തിനും ഒക്കെയുള്ള ഒരു നല്ല ഉദാഹരണങ്ങളാണ്, തെളിവുകളാണ് ഈ പറയുന്ന ടോയ്ലറ്റ് ഫെസിലിറ്റി, കൺസ്ട്രക്ഷൻ ഓഫ് ടോയ്ലറ്റ്സ്, അതേപോലെ തന്നെ ഡ്രെയിനേജ് സിസ്റ്റം എക്സെട്ര തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ദെൻ അടുത്തൊരു ഹെഡിങ്ങിലേക്ക് നമ്മൾ കിടക്കുന്നു. ഗ്രാനറി ആൻഡ് അഗ്രികൾച്ചർ. ഗ്രാനറി ആൻഡ് അഗ്രികൾച്ചർ. വാട്ട് ഈസ് ഗ്രാനറി? ഗ്രാനറി എന്ന് പറഞ്ഞാൽ ധാന്യപ്പുര എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, ധാന്യപ്പുരകൾ, ധാന്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ധാന്യപ്പുരകൾ. സോ ഗ്രാനറി ആൻഡ് അഗ്രികൾച്ചർ, ധാന്യപ്പുരകൾ, അതേപോലെ കൃഷി, ധാന്യപ്പുരകളും കൃഷിയും. നമുക്ക് നോക്കാം എന്താ ഇവിടെ പറയുന്നത് നോക്കാം. ഗ്രാനറീസ് ആർ സിഗ്നിഫിക്കന്റ് അമംഗ് ദി റൂയിൻസ് ഡിസ്കവേർഡ് ഫ്രം ഹാരപ്പ. ഹാരപ്പയെന്ന് ഡിസ്കവർ ചെയ്തിട്ടുള്ള ഒരുപാട് തെളിവുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഗ്രാനറീസ്. ശ്രദ്ധിക്കണം, അതും കൂടി നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ദി ഗ്രേറ്റ് ബാത്ത് അല്ലേ, ഗ്രേറ്റ് ടാങ്ക്, അതായത് ഗ്രേറ്റ് ബാത്ത് എന്നറിയപ്പെടുന്ന ഒരു ഗ്രേറ്റ് ടാങ്കിനെ പറ്റി നമ്മൾ പറഞ്ഞു, വലിയ കുളം. അത് എവിടുന്നാണ് ഡിസ്കവർ ചെയ്തത്? ഇറ്റ് വാസ് ഡിസ്കവേർഡ് ഫ്രം മൊഹൻജൊദാരോ. മൊഹൻജൊദാരോ എന്ന് പറയുന്ന സൈറ്റിൽ നിന്നാണ്. നമ്മൾ അങ്ങനെ കൂടി ഓർത്തു വെക്കണം. കാരണം എക്സാമിന് മാച്ച് ദി ബോക്സിലൊക്കെ വരാറുണ്ട്. ഒരു ബോക്സിൽ മൊഹൻജൊദാരോ ആണെങ്കിൽ മൊഹൻജൊദാരോ, ഹാരപ്പ, കാളിബംഗൻ അങ്ങനെയൊക്കെയുള്ള കുറച്ച് സൈറ്റ്സിന്റെ ലിസ്റ്റ് ഉണ്ടാവും. അപ്പുറത്ത് ഈ പറയുന്ന ഗ്രേറ്റ് ബാത്ത് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, മാച്ച് ദി ഫോളോവിംഗിൽ കറക്റ്റ് കണക്ട് ചെയ്ത് പഠിച്ചു വെക്കുക. മൊഹൻജൊദാരോ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഡിസ്കവർ ചെയ്തതാണ് ഗ്രേറ്റ് ബാത്ത്. അപ്പൊ ഗ്രാനറി നമ്മൾ എന്തുമായി കണക്ട് ചെയ്യുക? ഹാരപ്പയുമായി കണക്ട് ചെയ്യുക. ഗ്രാനറീസ് ആർ സിഗ്നിഫിക്കന്റ് അമംഗ് ദി റൂയിൻസ് ഡിസ്കവേർഡ് ഫ്രം ഹാരപ്പ. ഹാരപ്പയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ഒരുപാട് എവിഡൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഗ്രാനറീസ്, റിമെയിൻസ് ഓഫ് ഗ്രാനറീസ്, ധാന്യപ്പുരകളുടെ ശേഷിപ്പുകൾ. ദേ വർ ബിഗ് ബിൽഡിങ്സ്. ഗ്രാനറീസിന്റെ ഫീച്ചേഴ്സ് പറയാണ്. ദേ വർ ബിഗ് ബിൽഡിങ്സ് വിത്ത് ദി ഫെസിലിറ്റി ടു ഡ്രൈ ആൻഡ് സ്റ്റോർ ഗ്രെയിൻസ്. ഈ അന്നത്തെ ധാന്യപ്പുരകൾ
രൂപത്തിലുള്ളതായിരുന്നു. There were big buildings with the facility to dry and store grains. ധാന്യങ്ങളൊക്കെ ഉണക്കാനും അതേപോലെ തന്നെ സൂക്ഷിച്ചു വെക്കാനും ഒക്കെ കഴിയുന്ന അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെയുള്ള വലിയ കെട്ടിടങ്ങളായിരുന്നു ഗ്രാനറീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഗ്രാനറീസ് were big buildings with a facility to dry and store grains. ധാന്യങ്ങളൊക്കെ ഉണക്കാനും സംഭരിക്കാനുമുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. The remains of wheat, barley, millet, sesame, pulses, etc. have been found here. ഈ ഹാരപ്പയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ഗ്രാനറീസ് നിന്ന് എന്തിൻ്റെയൊക്കെ റിമെയിൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, എന്തിൻ്റെയൊക്കെ ശേഷിപ്പുകൾ കിട്ടിയിട്ടുണ്ട്? റിമെയിൻസ് ഓഫ് വീറ്റ്, ബാർലി, മില്ലറ്റ്, സിസെയിം, പൾസസ് എക്സെട്ര. അർത്ഥം അറിയുന്നതായിരിക്കും എല്ലാവർക്കും. വീറ്റ് എന്ന് പറയുമ്പോൾ എന്താ? ഗോതമ്പാണ്. അതേപോലെ ബാർലി, മില്ലറ്റ് എന്ന് പറയുമ്പോൾ ചെറുധാന്യങ്ങൾ, തിന എന്നൊക്കെ പറയാം. സിസെയിം എന്ന് പറയുമ്പോൾ എള്ള്, പൾസസ് പയർവർഗ്ഗങ്ങൾ. അപ്പൊ ഇതിന്റെയൊക്കെ റിമെയിൻസ് നമുക്ക് ഈ ഒരു ഗ്രാനറീസ് ഹാരപ്പയിൽ കണ്ടെത്തിയിട്ടുള്ള ഗ്രാനറീസ് കിട്ടിയിട്ടുണ്ട്. And evidence of rice cultivation have been uncovered from Rangpur and Lothal in Gujarat. Rangpur and Lothal in Gujarat. Important ആണ്. റൈസ് കൾട്ടിവേഷന്റെ എവിഡൻസ് നമുക്ക് കിട്ടിയത് എവിടുന്നാണ്? ഇറ്റ് വാസ് ഫ്രം രംഗ്പൂർ ആൻഡ് ലോഥൽ ഇൻ ഗുജറാത്ത്. ഗുജറാത്തിലെ ലോഥൽ അതേപോലെ രംഗ്പൂർ എന്നീ സ്ഥലങ്ങളിൽ നിന്നാണ് റൈസ് കൾട്ടിവേഷന്റെ തെളിവുകൾ, അവർ റൈസ് കൾട്ടിവേഷൻ നടത്തിയിട്ടുണ്ട് എന്ന തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. കോട്ടൺ വാസ് ഓൾസോ കൾട്ടിവേറ്റഡ്. കോട്ടണും അവരെന്ത് ചെയ്തിട്ടുണ്ട്? കോട്ടൺ എന്ന് പറഞ്ഞാൽ എന്താ? പരുത്തി അല്ലേ? അപ്പോൾ കോട്ടണും അവർ കൃഷി ചെയ്തിട്ടുണ്ട്. ആൻഡ് ദി urban folk, ശ്രദ്ധിക്കണം, ദി urban folk depended on villages for food and work. അതായത് urban folk means the people living in urban areas. നഗരങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളെയാണ് നമ്മൾ ദി urban folk എന്ന് വിളിക്കുന്നത്, നഗരവാസികൾ. സോ അങ്ങനെയുള്ള ജനങ്ങൾ, നഗരങ്ങളിലെ ജനങ്ങൾ, ദി urban folk, they depended on the villages. അവര് വില്ലേജസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ആശ്രയിച്ചിട്ടുണ്ട്. എന്തിന്? ഫോർ ഫുഡ് ആൻഡ് വർക്ക്. രണ്ട് കാര്യങ്ങൾക്ക് അല്ലെ? ഫോർ ഫുഡ് ആൻഡ് വർക്ക്, അതായത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടും അതേപോലെ തൊഴിലുകൾക്ക് വേണ്ടിയിട്ടും. അതായത് വില്ലേജിലുള്ള ജനങ്ങൾ ആവശ്യമുണ്ട് അല്ലെ? ഇങ്ങനെയുള്ള സിറ്റീസിലെ ഓരോരോ ജോലികൾ ചെയ്യാൻ വില്ലേജിലുള്ള ജനങ്ങൾ, അവർക്ക് മാൻ പവർ, അവർക്ക് ലേബറേഴ്സിന് ആവശ്യമുണ്ട്. അപ്പൊ ആ രൂപത്തിൽ ദി urban folk depended, or the urban centers depended on the villages for food and work. ജോലിക്ക് വേണ്ടിയും ഭക്ഷണത്തിന് വേണ്ടിയും അവർ വില്ലേജസിനെ ഡിപ്പെൻഡ് ചെയ്തു. ആൻഡ് ദി വില്ലേജസ് were the major market for the urban products. മാത്രമല്ല, ഈ urban സെന്റേഴ്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. ആ പ്രൊഡക്റ്റുകളുടെ മേജർ മാർക്കറ്റും ഏതാണ്? ഇങ്ങനെയുള്ള വില്ലേജസ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു കണക്ഷൻ വില്ലേജസും സിറ്റീസും തമ്മിൽ അവിടെയുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ചോദ്യം താഴെ കാണാൻ പറ്റും. ഇവിടെ ചിത്രം കാണട്ടോ നിങ്ങൾക്ക്, റൂയിൻസ് ഓഫ് ഗ്രാനറി ഒക്കെ കാണാൻ പറ്റും ഹാരപ്പൻ സിറ്റീസിലെ. അതേപോലെ ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ? എക്സാമിൻ ദി റോൾ പ്ലേഡ് ബൈ ദി വില്ലേജസ് ഇൻ ദി എക്സിസ്റ്റൻസ് ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ. എന്താ ചോദ്യം? ഹാരപ്പൻ സിവിലൈസേഷന്റെ നിലനിൽപ്പിന് അവിടുത്തെ ഗ്രാമങ്ങൾ, വില്ലേജസ് വഹിച്ച പങ്ക് എന്താണ്? എത്രത്തോളം പങ്ക് വഹിച്ചിട്ടുണ്ട്? എന്താ ആൻസർ? നമ്മൾ അവസാനം പറഞ്ഞ 2 സെന്റൻസ് ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ദി urban folk depended on the villages for food and work, and the villages were the major market for the urban products. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ നമുക്ക് വ്യക്തമാണ്. എന്ത് വ്യക്തമാണ്? villages played a very important role in the existence of Harappan civilization or Harappan cities. അല്ലേ? ഹാരപ്പൻ സംസ്കാരത്തിന്റെ നിലനിൽപ്പിന് ഒരു വലിയ പങ്ക് വില്ലേജസ് വഹിച്ചിട്ടുണ്ട് എന്ന് നമുക്കതിൽ നിന്ന് വ്യക്തമാണ്. അടുത്ത പേജിലേക്ക് പോകുമ്പോൾ, ദി അഗ്രികൾച്ചറൽ ഫീൽഡ്സ് ഇൻ ദി വില്ലേജസ് വർ ഫെർട്ടൈൽ. അതായത് ഗ്രാമങ്ങളിലെ കാർഷിക ഭൂമിയൊക്കെ വളരെ ഫെർട്ടൈൽ ആയിരുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ എന്താ? നല്ല ഫലഭൂയിഷ്ടമായിരുന്നു എന്നർത്ഥം. ഓക്കെ, കൃഷിയിടങ്ങളൊക്കെ നല്ല വളക്കൂറുള്ള മണ്ണാണ്, നല്ല മണ്ണായിരുന്നു, വളരെ ഫലഭൂയിഷ്ടായിരുന്നു, ഫെർട്ടിലിറ്റി ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് ഈസ് ദി അലൂവിയൽ സോയിൽ ഡെപ്പോസിറ്റഡ് ബൈ ദി റിവർ ഇൻഡസ് ദാറ്റ് മെയ്ഡ് ദം ഫെർട്ടൈൽ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പഠിച്ചു കഴിഞ്ഞ ഒരു കാര്യമുണ്ട്. ദി ഇൻഡസ് വാലി സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ് ഇൻ ദി വാലീസ് ഓഫ് റിവർ ഇൻഡസ് ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. റിവർ ഇൻഡസിന്റെയും അതിന്റെ ട്രിബ്യൂട്ടറീസിന്റെയും തീരങ്ങളിൽ ഉയർന്നു വന്ന
ഉദിച്ചു വന്ന ഒരു സിവിലൈസേഷൻ ആണ്, സംസ്കാരമാണ് ഏത്? ഇൻഡസ് വാലി സിവിലൈസേഷൻ. അപ്പോൾ ഇൻഡസ് റിവറിന്റെയും അതിന്റെ ട്രിബ്യൂട്ടറീസിന്റെയും തീരത്താണ് ഈ ഒരു സിവിലൈസേഷൻ എമേർജ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള നദീതീരങ്ങളുടെ പ്രത്യേകത എന്താ? Rich deposit of alluvial soils are the main speciality or feature of such basins, such valleys, river valleys. ഇങ്ങനെയുള്ള റിവർ വാലീസിന്റെ പ്രത്യേകത ഹൈലി ഫെർട്ടൈൽ ആയിട്ടുള്ള അലൂവിയൽ സോയിലിന്റെ ഡിപ്പോസിറ്റ് അങ്ങനെയുള്ള നദീതീരങ്ങളിൽ ഉണ്ടാവും. ഏത് നദീതീരമാണെങ്കിലും റെയിനി സീസണിൽ ഓവർഫ്ലഡ് ആയിട്ട് ഒഴുകുന്ന സമയത്ത് അതിന്റെ സൈഡ്സിലൊക്കെ ബാങ്ക്സിലൊക്കെ ഇങ്ങനെയുള്ള എന്ത് ചെയ്യും? അലൂവിയം ഡിപ്പോസിറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള അലൂവിയൽ സോയിൽ ഹൈലി ഫെർട്ടൈൽ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള അലൂവിയൽ ഡെപ്പോസിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അഗ്രികൾച്ചറൽ ഫീൽഡ്സ് ഒക്കെ എന്തായിരുന്നു? വളരെ ഫെർട്ടൈൽ ആയിരുന്നു. ഇൻ കാളിബംഗൻ ഇൻ രാജസ്ഥാൻ. കാളിബംഗൻ എവിടെയാണ്? രാജസ്ഥാൻ. നമ്മൾ അങ്ങനെയും പഠിക്കണം കേട്ടോ. ഇൻ കാളിബംഗൻ ഇൻ രാജസ്ഥാൻ ഫാമിംഗ് വാസ് ഡൺ ബൈ പ്ലോയിങ് ദി ലാൻഡ്. രാജസ്ഥാനിലെ കാളിബംഗനില് എങ്ങനെയുള്ള കൃഷി നടന്നിരുന്ന പറയുന്നത്? ഫാമിംഗ് വാസ് ഡൺ ബൈ പ്ലോയിങ് ദി ലാൻഡ്. അതായത് നിലം ഉഴുതുമറിച്ചുകൊണ്ടുള്ള കൃഷി എവിടെ നടത്തിയിരുന്നു? കാളിബംഗനിൽ നടത്തിയിട്ടുണ്ട് എന്ന്. അതെങ്ങനെ നമുക്ക് മനസ്സിലായത്? ഇവിടെ പറയുന്നു, ദി ഫിഗേഴ്സ് ഓഫ് പ്ലോസ് മെയ്ഡ് ഓഫ് ക്ലേ വർ ഡിസ്കവേർഡ് ഫ്രം ഹിയർ. അവിടുന്ന് എന്ത് കിട്ടിയിട്ടുണ്ട്? ഈ പറയുന്ന രാജസ്ഥാനിലെ കാളിബംഗനിൽ നിന്നും നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ദി ഫിഗേഴ്സ് ഓഫ് പ്ലോസ് മെയ്ഡ് ഓഫ് ക്ലേ വർ ഡിസ്കവേർഡ് ഫ്രം ഹിയർ. അതായത് കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഈ കലപ്പയുടെ രൂപങ്ങളൊക്കെ, എന്താ കലപ്പ? അതെവിടെ കാണാം നിങ്ങൾക്ക്? ക്ലേ പ്ലോ അല്ലെ? കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കലപ്പയുടെ രൂപങ്ങൾ. പണ്ട് കാലത്ത് നിലം ഉഴുതുമറിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണം. ഇന്ന് ആ സ്ഥാനത്തേക്ക് ട്രാക്ടർ വന്നപ്പോൾ ഇങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ കാണാതെയായി മാറി. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കലപ്പകള് മിനിയേച്ചർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്തിനെ കാണിക്കുന്നു? ഇറ്റ് പ്രൂവ്സ് ദാറ്റ് they plowed the agricultural land using such plowshares. ഇങ്ങനെയുള്ള കലപ്പകൾ ഉപയോഗിച്ചുകൊണ്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്? നിലം ഉഴുതുമറിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് വ്യക്തമാക്കാം. ഓക്കെ, അപ്പോൾ കാളിബംഗൻ ഇൻ രാജസ്ഥാൻ ഫാമിംഗ് വാസ് ഡൺ ബൈ പ്ലോയിങ് ദി ലാൻഡ്. ബിക്കോസ് അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? ദി ഫിഗേഴ്സ് ഓഫ് പ്ലോസ് മെയ്ഡ് ഓഫ് ക്ലേ വർ ഡിസ്കവേർഡ് ഫ്രം ഹിയർ. ഒരു പോയിന്റും കൂടി പറയുന്നു, കനാൽസ് വർ കൺസ്ട്രക്റ്റഡ് ഫോർ ഇറിഗേഷൻ. ജലസേചനത്തിന് വേണ്ടി, കൃഷിയൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട് അവരെന്തും ഉണ്ടാക്കിയിട്ടുണ്ട്? കനാലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും പറയുന്നു. കനാൽസ് വർ കൺസ്ട്രക്റ്റഡ് ഫോർ ഇറിഗേഷൻ. ഓക്കെ, അപ്പോൾ കാളിബംഗൻ, രാജസ്ഥാനിലെ കാളിബംഗൻ നമ്മൾ പ്ലോഷെയർ എന്നുള്ള ഒരു പോയിന്റ് ഓർത്ത് വെക്കാം. ഓക്കെ, ക്ലേ പ്ലോ അല്ലെങ്കിൽ പ്ലോഷെയർ എന്നുള്ളൊരു പോയിന്റ് ഓർക്കുക. അതേപോലെ കനാൽസ് വർ കൺസ്ട്രക്റ്റഡ് ഫോർ ഇറിഗേഷൻ എന്നുള്ളൊരു പോയിന്റും കാളിബംഗനുമായി കണക്ട് ചെയ്തുകൊണ്ട് ഓർത്ത് വെക്കാം. ഇൻ അഡീഷൻ ടു അഗ്രികൾച്ചർ, ആനിമൽ ഹസ്ബൻഡറി ഓൾസോ എക്സിസ്റ്റഡ്. കൃഷി കൂടാതെ പിന്നെ അവർ ചെയ്തൊരു ജോലിയാണെന്ത്? ആനിമൽ ഹസ്ബൻഡറി. ആനിമൽ ഹസ്ബൻഡറി എന്ന് പറയുമ്പോൾ മൃഗപരിപാലനം, മൃഗങ്ങളെ ഇണക്കി വളർത്തുക എന്നുള്ള അർത്ഥമാണ്. അപ്പൊ അതും ചെയ്തിരുന്നു. പ്ലെന്റി ഓഫ് ആനിമൽ ബോൺസ് ഹാവ് ബീൻ അൺഎർത്ത്ഡ് ഫ്രം ഹിയർ. ഇങ്ങനെയുള്ള ഹാരപ്പൻ സൈറ്റ്സ് നിന്ന് എന്ത് കിട്ടിയിട്ടുണ്ട്? ഒരുപാട് മൃഗങ്ങളുടെയൊക്കെ എല്ലുകളുടെ ശേഷിപ്പുകൾ കിട്ടിയിട്ടുണ്ട്. പ്ലെന്റി ഓഫ് ആനിമൽ ബോൺസ് ഹാവ് ബീൻ അൺഎർത്ത്ഡ് ഫ്രം ഹിയർ. ദി ഫിഗേഴ്സ് ഓഫ് റൈനോസേഴ്സ് ആൻഡ് എലഫന്റ്സ് മെയ്ഡ് ഓഫ് ക്ലേ ഹാവ് ഓൾസോ ബീൻ ഫൗണ്ട്. ഓക്കെ, എന്താ കിട്ടിയത്? ദി ഫിഗേഴ്സ് ഓഫ് റൈനോസേഴ്സ് ആൻഡ് എലഫന്റ്സ് മെയ്ഡ് ഓഫ് ക്ലേ ഹാവ് ഓൾസോ ബീൻ ഫൗണ്ട്. അതായത് കണ്ടാമൃഗത്തിന്റെയും ആനയുടെയും ഒക്കെ കളിമൺ രൂപങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കാണാം നിങ്ങൾക്ക് മുകളിൽ ആനയുടെ ചിത്രം കാണാം, അതുപോലെ താഴെ കണ്ടാമൃഗത്തിന്റെ ചിത്രമല്ല ക്ലേ ഫിഗർ കാണാൻ പറ്റും അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള ദി ഫിഗേഴ്സ് ഓഫ് റൈനോസേഴ്സ് ആൻഡ് എലഫന്റ്സ് മെയ്ഡ് ഓഫ് ക്ലേ ഹാവ് ഓൾസോ ബീൻ ഫൗണ്ട് ആൻഡ് they reared ox, goat, pig and sheep. അവർ എന്തിനെയൊക്കെ വളർത്തിയിട്ടുണ്ടെന്നാ പറയുന്നത്? നമ്മൾ പറഞ്ഞു അനിമൽ ഹസ്ബൻഡറി വാസ് ദർ അല്ലെ? മൃഗങ്ങളെ പരിപാലിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെയൊക്കെയുള്ള ഏതൊക്കെ മൃഗങ്ങളെ അവർ പിന്നെ പോറ്റിയിട്ടുള്ളത്? ദേ റിയർഡ് ഓക്സ്, ഗോട്ട്, പിഗ് ആൻഡ് ഷീപ്പ്. കാള, അതേപോലെ ആട്, പന്നി, അതേപോലെ ചെമ്മരിയാട്, ഇതിനൊക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ട്? വളർത്തിയിട്ടുണ്ട്. ദി സർപ്ലസ് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് വർ സ്റ്റോർഡ് ഇൻ ദി ഗ്രാനറി. നമ്മൾ നേരത്തെ ഹെഡിങ് എന്താ? നമ്മുടെ മെയിൻ ഹെഡിങ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗത്തിന്റെ ഹെഡിങ് എന്ന് പറയുന്നത് ഗ്രാനറി ആൻഡ് അഗ്രികൾച്ചർ ആണ്. ഗ്രാനറി ആൻഡ് അഗ്രികൾച്ചർ. അപ്പൊ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഗ്രാനറിയിലേക്ക് നമ്മൾ ഇതുവരെ എൻറ്റർ ചെയ്തിട്ടില്ല. അതാണ് നമ്മൾ ഇപ്പൊ പറയാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
The surplus agricultural products were stored in the granary. ഓക്കെ, അതായത് ഗ്രാമങ്ങളിലൊക്കെ മിച്ചം വന്ന കാർഷികോൽപ്പന്നങ്ങൾ അത് അവരുടെ യൂസേജ് കഴിഞ്ഞിട്ട്, അവരുടെ ഫുഡ് പേർപ്പസ് കഴിഞ്ഞിട്ടും, അവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ടും ബാക്കി വരുന്ന കാർഷികോൽപ്പന്നങ്ങൾ ഉണ്ടാവും. അതാണ് സർപ്ലസ് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്. സോ സച്ച് സർപ്ലസ് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് വാസ് സ്റ്റോർഡ് ഇൻ ദി ഗ്രാനറി. അതൊക്കെ എവിടെയാണ് സൂക്ഷിച്ചത്? അങ്ങനെയുള്ള അധികം വന്ന അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ഒക്കെ, ബാക്കി വന്ന അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ഒക്കെ ദേ സ്റ്റോർഡ് ഇൻ ദി ഗ്രാനറി. ഇങ്ങനെയുള്ള ഗ്രാനറികളിൽ, ധാന്യപ്പുരകളിലാണ് അവർ സ്റ്റോർ ചെയ്തത്. ആൻഡ് ദി ഗ്രെയിൻസ് കളക്റ്റഡ് ഇൻ ദി ഫോം ഓഫ് റവന്യൂ വർ ഓൾസോ കെറ്റ് ദർ. അപ്പൊ സർപ്ലസ് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് മാത്രമല്ല, പിന്നെ എന്തും അവിടെ പിന്നെ ഈ ഗ്രാനറിയിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നാ പറയുന്നത്. ദി ഗ്രെയിൻസ് കളക്റ്റഡ് ഇൻ ദി ഫോം ഓഫ് റവന്യൂ വർ ഓൾസോ കെറ്റ് ദർ. അതായത് നികുതി എന്ന രൂപത്തിൽ, ഓക്കെ, ടാക്സ് എന്ന രൂപത്തിൽ ലഭിച്ചിട്ടുള്ള ധാന്യവും ഗ്രെയിൻസും ഈ ഗ്രാനറീസിൽ അവർ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതായത് അക്കാലത്ത്, ഇന്ന് നമ്മൾ ടാക്സ് പണമായിട്ട് കൊടുക്കുമ്പോൾ പണ്ട് കാലങ്ങളിൽ ടാക്സ് കൊടുത്തിരുന്നത് ഏത് രൂപത്തിലാണ്? അവരെന്താണോ അവരുടെ ജോലി, ആ ജോലിയിൽ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് എന്താണോ ആ പ്രൊഡക്റ്റിന്റെ ഒരു നിശ്ചിത ഭാഗം, ഒരു പോർഷൻ എന്ത് ചെയ്യുക, ടാക്സ് ആയിട്ട് കൊടുക്കുക. അപ്പൊ കൃഷിയാണെങ്കിൽ കൃഷിയിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നം ഉണ്ടാവുമല്ലോ, പ്രൊഡക്ട്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ നെല്ലാണെങ്കിൽ ആ നെല്ലിന്റെ ഒരു ചെറിയൊരു ഭാഗം ടാക്സ് ആയിട്ട് ഗവൺമെന്റിന് കൊടുക്കുക, അതോറിറ്റിക്ക് കൊടുക്കുക. ആ രൂപത്തിലായിരുന്നു. അപ്പോ ഇവിടെ പറയുന്ന ഗ്രാനറീസിൽ അങ്ങനെ ടാക്സ് ആയിട്ട്, റവന്യൂ ആയിട്ട് കിട്ടിയിട്ടുള്ള ഗ്രെയിൻസും എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ദി ഗ്രെയിൻസ് കളക്റ്റഡ് ഇൻ ദി ഫോം ഓഫ് റവന്യൂ. കളക്റ്റഡ് ഇൻ ദി ഫോം ഓഫ് റവന്യൂ എന്ന് പറയുമ്പോൾ ഇൻ ദി ഫോം ഓഫ് ടാക്സ് ആണ് ഉദ്ദേശിക്കുന്നത്. വേർ ഓൾസോ കെറ്റ് ദർ. അപ്പൊ സർപ്ലസ് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സും അതേപോലെ ദി ഗ്രെയിൻസ് കളക്റ്റഡ് ഇൻ ദി ഫോം ഓഫ് റവന്യൂ രണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, ദേ വേർ ഓൾസോ കെറ്റ് ദർ. ദി ഗ്രെയിൻസ് ദസ് സ്റ്റോർഡ് വേർ മെയ്ഡ് അവൈലബിൾ ടു ദി പബ്ലിക്. ഇങ്ങനെ സ്റ്റോർ ചെയ്തിട്ടുള്ള ഈ ഗ്രെയിൻസ് ഒക്കെ പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്? ദി ഗ്രെയിൻസ് ദസ് സ്റ്റോർഡ് വേർ മെയ്ഡ് അവൈലബിൾ ടു ദി പബ്ലിക്. ജനങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. അതായത് ആവശ്യം വരുമ്പോൾ ആ സ്റ്റോർ ചെയ്ത ധാന്യങ്ങളൊക്കെ ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്, ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, വിതരണം ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്കറിയാലോ, ഗവൺമെന്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന, പലപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കുന്ന ധാന്യങ്ങളൊക്കെ, ഗ്രെയിൻസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് നമുക്കറിയാം കൊറോണ എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ആയിക്കോട്ടെ, സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിക്കോട്ടെ, അവരെന്ത് ചെയ്യുന്നുണ്ട്, റേഷൻ സിസ്റ്റത്തിലൂടെ, അല്ലെ, നമ്മുടെ റേഷൻ കടകളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ധാന്യങ്ങളും പയറുകളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കിറ്റ് രൂപത്തിൽ ജനങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പല പേർപ്പസിന് വേണ്ടിയിട്ട് ദി ഗ്രെയിൻസ് ദ സ്റ്റോർഡ് വേർ മെയ്ഡ് അവൈലബിൾ ടു ദി പബ്ലിക്. ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഗ്രെയിൻസ് ഒക്കെ ജനങ്ങൾക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. ആൻഡ് സച്ച് ഗ്രാനറീസ് ആർ ദി എവിഡൻസ് ഫോർ ദി എക്സിസ്റ്റൻസ് ഓഫ് ആൻ ഇഫക്റ്റീവ് ഓർ എഫിഷ്യന്റ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. അപ്പൊ ഈ ഒരു ഗ്രാനറി എന്തിനുള്ള ഒരു എവിഡൻസ് എന്നാ പറയുന്നത്, ഒരു ഉദാഹരണം എന്നാ പറയുന്നത്, ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഉണ്ടായിരുന്നു എന്നതിനുള്ള ഒരു നല്ല എക്സാമ്പിൾ ആണ്, നല്ലൊരു എവിഡൻസ് ആണ് ഇങ്ങനെയുള്ള ഗ്രാനറീസ് എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്രേറ്റ് ബാത്ത്, ഡ്രെയിനേജ് സിസ്റ്റം, അല്ലേ, ഇതൊക്കെ ഒരു അഡ്മിനിസ്ട്രേഷൻ അവിടെ ഉണ്ടെങ്കിൽ, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ സാധിക്കുള്ളൂ. ഇപ്പൊ ഒരു ഗ്രാനറിയുടെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ ജനങ്ങൾ ടാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ദ മസ്റ്റ് ബി an അതോറിറ്റി, ഒരു ഭരണകൂടം അവിടെ ഉണ്ടായിരിക്കണം, അത് ഉറപ്പാണ്. അപ്പൊ ഈ ലാസ്റ്റ് പാരഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ താഴെയുണ്ട്, അതുകൂടി നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. The Harappan granaries speak many things about the administrative system of that period. What are they? എന്താ പറയുന്നത്? ഹാരപ്പയിലുള്ള ഈ ഒരു ഗ്രാനറീസ്, ഹാരപ്പയിലുള്ള ഇങ്ങനത്തെ ഗ്രാനറീസ് അക്കാലത്തുണ്ടായിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തെ പറ്റി എന്തൊക്കെ സൂചനകളാണ് നമുക്ക് തരുന്നത്? കുറെ കാര്യങ്ങൾ അതിനെപ്പറ്റി ഇത് പറയുന്നുണ്ടെന്നാണ് പറയുന്നത്, അല്ലെ? ദി ഹാരപ്പൻ ഗ്രാനറീസ് സ്പീക്ക് മെനി തിങ്സ്. Harappan granaries speak many things about the administrative system of that period. അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഹാരപ്പയിലെ ഈ ഗ്രാനറീസ് നമ്മോട് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് പറയുന്നത് എന്നാണ് ചോദ്യം. അതിനുള്ള ആൻസർ ഈ ലാസ്റ്റ് പാരഗ്രാഫാണ്. അതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്താനില്ല, എങ്കിലും നമുക്കൊന്ന് ഷെയർ ചെയ്ത് ഒന്നും കൂടി വായിക്കാം, അതോടുകൂടി നമുക്കിവിടെ കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, ദി സർപ്ലസ് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് were stored in the granary. The grains collected in the form of revenue were also kept there. The grains thus stored were made available to the public.
Such granaries are the evidence for the existence of an efficient administrative system. അപ്പോൾ സർപ്ലസ് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സും അതേപോലെ ഗ്രെയിൻസ് കളക്റ്റഡ് ഇൻ ദി ഫോം ഓഫ് റവന്യൂവും ഒക്കെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ദേ സ്റ്റോർഡ് ഇൻ ദി ഗ്രാനറീസ് ആൻഡ് സച്ച് സ്റ്റോർഡ് ഗ്രെയിൻസ്, അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഗ്രെയിൻസ് അവരെന്ത് ചെയ്തിട്ടുണ്ട്? ദേ വർ മെയ്ഡ് അവൈലബിൾ ടു ദി പബ്ലിക്, ജനങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്, ജനങ്ങൾക്ക് അത് നൽകിയിട്ടുണ്ട്. സച്ച് ഗ്രാനറീസ് ആർ ദി എവിഡൻസ് ഫോർ ദി എക്സിസ്റ്റൻസ് ഓഫ് ആൻ എഫിഷ്യന്റ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. അപ്പൊ ഇങ്ങനെയുള്ള ഗ്രാനറീസ് ഒക്കെ അക്കാലത്ത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഉണ്ടായിരുന്നു എന്നതിനുള്ള തെളിവാണ്. അത് വെറും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അല്ല, ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അക്കാലത്ത് ഉണ്ടായിരുന്നു എന്നതിനുള്ള എക്സാമ്പിൾ ആണ്, എവിഡൻസ് ആണ് സച്ച് ഗ്രാനറീസ്, ഡ്രെയിനേജ്, ഗ്രേറ്റ് ബാത്ത് എക്സെട്ര. ഇതെല്ലാം ഓക്കെ. അപ്പൊ തൽക്കാലം നമ്മൾ അവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ബാക്കി ഇൻഡസ് വാലി സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട ട്രേഡും കാര്യങ്ങളും, ആ സിവിലൈസേഷന്റെ ട്രേഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക്, കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ വി ആർ കൺക്ലൂഡിങ് ഹിയർ. താങ്ക് യു.